ഹലോ ഡിയേഴ്സ്, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ ക്രൂഷ്യലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഓൾറെഡി ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഏറെക്കുറെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം 10ാം ക്ലാസ് വരെ കണ്ടിട്ടുള്ള സബ്ജക്ട്സോ അല്ലെങ്കിൽ ടോപ്പിക്സോ ഒന്നുമല്ല നമ്മൾ ഈ വർഷം നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് അതിൻ്റെ പാറ്റേണും വളരെ ഡിഫറെൻ്റ് ആണ്. പക്ക കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനിയുള്ള മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും കുറച്ചും കൂടെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോവാതെ കുറച്ചും കൂടെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി മോഡൽ എക്സാമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 45-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. നമുക്കറിയാം, നമുക്ക് 6 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. 6 സബ്ജക്ട്സിലും കൂടെ ആയിട്ട് നമുക്ക് 55-ലധികം ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കാം എന്ന് പ്ലാൻ ചെയ്താൽ പോലും തീരാത്ത അത്രയും ചാപ്റ്റേഴ്സ് നമ്മളുടെ കയ്യിൽ നിലവിലുണ്ട്. സോ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കുറച്ചധികം ഹെവി ലോഡാണ് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ബാക്കിയായിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ചിലത് വലിയ ചാപ്റ്റേഴ്സ് ആണ്, ചിലത് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് 2-3 ദിവസങ്ങൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ വളരെ ക്രൂഷ്യലാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും? അതിനാണ് നമ്മളെ Xylethന്റെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇൻസ്റ്റാ ലേൺ നോട്ട്സ് ആണ്. ഇൻസ്റ്റാ ലേണിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. സോ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ മോഡലിലാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റാ ലേണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയി തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മോഡലിൽ ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എക്സസൈസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറിയാം, വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. എന്നാൽ പോലും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡൽ എക്സാമും പബ്ലിക് എക്സാമും അടിപൊളിയായി തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പാറ്റേൺ മാറുന്ന ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. കോൺസെപ്റ്റ് സെറ്റ് ആക്കുകയാണെങ്കിൽ എക്സാം നമുക്ക് അടിപൊളിയായി തന്നെ എഴുതാൻ വേണ്ടി പറ്റും. സോ Xyleth കൊമേഴ്സ് ടീം നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. എൻഡ് ഗെയിം ബാച്ചിലെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക് എക്സാം മോഡൽ എക്സാമും അടിപൊളിയാക്കാം.